Exclusive collection from best brand Brahma Women's Exclusive Wear Payad Thiruvananthapuram. Hello everyone, welcome to MD Malayalam tutorial. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് വിഷ്ണു നാളെയ ഇന്ന സംഭവമുണ്ട്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എടാ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, ആഫ്റ്റർ എഫക്ട്സിൻ്റെ ട്യൂട്ടോറിയൽ തുടങ്ങുന്ന സംഭവം തുടങ്ങാൻ പറയാം. അപ്പോൾ ഞാൻ ശരിയാണല്ലോ, അങ്ങനെ സംഭവം തുടങ്ങിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു കുക്കിംഗ് ചാനലുണ്ട്, അരുണേട്ടൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ പേര് അരുൺ ലോദസ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ. ഓക്കെ, എന്തായാലും ഞാൻ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ട്യൂട്ടോറിലോട്ട് കിടക്കാം. പണ്ടെപ്പോഴോ എവിടെയോ പോയി പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിനുശേഷം ഞാൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇഷ്ടം രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൽ നമ്മൾ ആഫ്റ്റർ മലയാളം ട്യൂട്ടോറിയൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നോക്കി, നമ്മുടെ പോലെ ആൾക്കാരുണ്ടല്ലോ, ക്രിയേറ്റീവ് മല്ലു, അടിപൊളി മനക്കൊട്ട, വെരി നൈസ്. അപ്പോൾ ഞാനും ഇതിൻ്റെ കൂടെ ഇടിച്ച് കയറിയാലോ ആലോചിച്ചിട്ടുണ്ട്. Hello everyone, welcome to MD Malayalam tutorial. സോ ഫസ്റ്റ് എൻ്റെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ 2020 ആണുള്ളത്. നമുക്കത് നോക്കാം. ഇതാണ് ആഫ്റ്റർ എഫക്ട്സ് തുറന്ന് വരുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത്. ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ, പിന്നെ പഴയ നമ്മൾ ചെയ്ത വർക്കിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കാണും. ഇതിങ്ങനെ ക്ലോസ് അടിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ആഫ്റ്റർ എഫക്ട്സിന് റീസെൻ്റ് ആയിരുന്നു കൊണ്ട് ഫയലൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. പിന്നെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പ്രോജക്റ്റ് എന്നുള്ളൊരു സംഭവമാണ്. പ്രോജക്റ്റ് എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, തൊട്ടപ്പുറത്ത് എഫക്റ്റ് കൺട്രോൾ. ഈ എഫക്റ്റ് കൺട്രോൾ, ഈ പ്രോജക്റ്റ് സംഭവങ്ങൾ വിൻഡോ നമ്മൾ കണ്ടില്ലെങ്കിൽ, കാണാൻ പറ്റില്ല, അയാളുടെ മിസ്റ്റേക്ക് എവിടെയെങ്കിലും പോകുന്നത് നമുക്ക് കാണണ്ട. ഈ വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളുണ്ട്. എഫക്റ്റ് കൺട്രോൾ, പ്രോജക്റ്റ്, റെൻഡർക്കും മറ്റും മറിച്ച് എല്ലാ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ സൈഡിലുണ്ട്, ഈ സൈഡിലാണ് വിൻഡോ വരുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു പ്രോജക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ ഒരു വിൻഡോ വരുന്നതാണ്. എന്നിട്ട് ഈ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതാണ് രണ്ടും സ്വിച്ച് ആവും, ഇങ്ങനെ അങ്ങോട്ട് ടാപ്പ്. എന്നിട്ട് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേണ്ട ക്രിയേറ്റീവ് ന്യൂ കോമ്പോസിഷൻ ക്ലിക്ക്. ഒറ്റ ക്ലിക്ക് അടിക്കുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഞാനൊരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. പാൽ ഡി വി, ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 720x576. ഇതാണ് സാധാരണയായിട്ട് മുൻപ് കാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 720x576 ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. HD ആയിട്ടുള്ള ചാനലെല്ലാം ഇപ്പോൾ കുറച്ചാണുള്ളത്. ഇപ്പോൾ കുറച്ചുണ്ട് എന്ന് വെച്ചാൽ അത് HD മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒട്ടുമിക്കെല്ലാം. ഇപ്പോൾ ചില കാര്യങ്ങൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു UAD ആയിട്ടുള്ള ഒരൊറ്റ ചാനൽ എന്തുകൊണ്ടുള്ളൂ, അത് ട്രാവലിൻ്റെ ഏതൊരു ചാനൽ, ഡിസ്കവറിയുടെ ഏതൊരു ചാനലാണെന്നാണ് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സാധാരണ എല്ലാ CRT മോണിറ്റർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വീട്ടിലിരിക്കുന്ന TV ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പിലാണ്. അതിൻ്റെ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ ബ്രോഡ്കാസ്റ്റ് സൈസാണ് ഇത്. 720x576 DV PAL 1.09, 25 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമ്മുടെ എല്ലാ വർക്കുകളും ഇവിടുന്ന് പോകുന്നത്. അതായത് ഏത് വർക്കാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫിലിമും നമ്മുടെ TV ചാനലും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഇത് 25 FPS ഫ്രെയിംസ് പെർ സെക്കൻഡ്. പിന്നെ ഇത് നോക്കണ്ട, ഇത് നമുക്ക് വേറെ പരിപാടി ഉണ്ട്, നമുക്ക് പിന്നെ കാണിക്കും. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതാണ് ഇമ്പോർട്ടൻ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം. പാൽ DV എന്ന് പറയുന്നത്. ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് പാൽ DV കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് HETV 1080x25. ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസൊല്യൂഷൻ ഇതാണ് കറക്റ്റ് ഫുൾ HD റെസൊല്യൂഷൻ. ഇപ്പോൾ 720p എന്ന് പറയുന്നത് ഫുൾ HD അല്ല ആക്ച്വലി. ഇപ്പോൾ TV ഇറങ്ങുമ്പോൾ ആക്ച്വലി തന്നെ ഫുൾ HD എന്ന് പറഞ്ഞുള്ളൊരു സംഭവം യഥാർത്ഥത്തിൽ ഫുൾ HD അല്ലെങ്കിൽ HD എന്ന് പറയുന്നത് മറ്റേതും 720p HD ആണ്, പക്ഷേ അത് 720p എന്ന് പറയും. പക്ഷേ അതിന് സൈസ് എന്ന് വെച്ചാൽ 1280 × 720p എന്നാണ്. ഓക്കെ, ഇതിൻ്റെത് 1920 × 1080. ഇത് പിക്സലാണ്. ഇതാണ് കറക്റ്റ് ഫുൾ HD സൈസ്. ആസ്പെക്ട് റേഷ്യോ ഇതാണ് സംഭവം. ഫ്രെയിംസ് സ്ക്വയർ പിക്സലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 25 ഫ്രെയിം പെർ സെക്കൻഡ്. ഇത് എത്ര ഡ്യൂറേഷൻ വേണമെന്നാണ്. സ്റ്റാർട്ടിങ് എപ്പോഴും 0 ആയിരിക്കും, 0. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിലർ യൂസ് ചെയ്യും, ചില അപൂർവമായിട്ട് മാത്രമേ ഈ സൈഡിലുള്ള സംഭവം യൂസ് ചെയ്യുള്ളൂ. എപ്പോഴും ഡ്യൂറേഷൻ മാത്രമേ എല്ലാവരും ചേഞ്ച് ചെയ്ത് കൊടുക്കാറുള്ളൂ.
പിന്നെ ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളറുകൾ ഇവിടുന്ന് മാറ്റാം. വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ മാറ്റാം. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബ്ലാക്ക് ഇട്ടു, ഓക്കെ എടുത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് തന്നെ ആയിരിക്കും. ഇത് ഇനി മാറ്റണമെങ്കിൽ റൈറ്റ് ബട്ടൺ ഇതിനകത്ത് എവിടെയെങ്കിലും എവിടെയെങ്കിലും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോംബോ സെറ്റിങ്സ് ഇവിടെ ബ്ലാക്ക് വേണം. അപ്പോൾ അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഓക്കെ ഇവിടെ നീ കൊടുത്താൽ ഓക്കെ അടിക്കുമ്പോൾ മാറും. ഉണ്ടാ ബാക്ക്ഗ്രൗണ്ട് മാറിയില്ലേ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൻ്റെ പഴയ കാലങ്ങളാണെങ്കിൽ നമ്മൾ ഇവിടുന്നിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചേഞ്ച് ആവില്ല. ഇങ്ങനെ ചേഞ്ച് ആവില്ല. പകരം വന്നിട്ട് ഓക്കെ അടിച്ചാൽ മാത്രമേ ഇവിടെ ചേഞ്ച് ആവുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ ഓരോരോ ആഫ്റ്റർ എഫക്റ്റിൻ്റെയൊക്കെ ഓരോ അപ്ഡേഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ഇപ്പോൾ ഇതെങ്ങനെയൊക്കെ വന്നു. ഇപ്പോൾ വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് അടിക്കുക, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് അടിക്കുക. നോർമലി എല്ലാവരും എപ്പോഴും ബ്ലാക്ക് അടിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത് ബ്ലാക്കിൽ തന്നെയാണ് ഒട്ടുമിക്കല്ല. നമുക്ക് ഇതിൻ്റെ ഇതാണ് കോംബ്. ഈ കോംബ് സൈസ് ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് കാണാം. 12021080 300 ഫ്രെയിംസ് 20 FPS. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രശ്നം ഈ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ്ട് ഇവിടെ വരും. ഇതാണ് വിൻഡോ. ഇവിടെയാണ് നമ്മൾ ലെയർ വെച്ചിട്ടുള്ള കാര്യങ്ങളും കളിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകം ഇവിടെ ഒരു സംഭവം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമ്മൾ വഴിയെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പിൻ്റെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ്. നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കാം. ഇങ്ങനെ പിടിച്ച് നീക്കണമെങ്കിൽ നമ്മൾ മൗസ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് മാത്രമേ ഇങ്ങനെ നീക്കാൻ പറ്റുള്ളൂ. ഉണ്ടാവും. അപ്പോൾ ഈ സ്ക്രീൻ ചെറുതാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഇതിനെ മുകളിലോട്ടാക്കാം. നമുക്ക് കുറച്ച് വിൻഡോ നമ്മളിവിടുത്തെ വിൻഡോ ചെറുതായിട്ട് മതി. പകരം നമുക്ക് ഈ എന്താ പറയുക വർക്ക് ഏരിയ കുറച്ച് കൂടുതൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതിനിങ്ങനെ മുകളിലോട്ട് പൊക്കി വയ്ക്കുക. കുറച്ച് താഴോട്ട് വേണമെങ്കിൽ വയ്ക്കുക. നോർമലി ബേസിക്കായിട്ട് എങ്ങനെ ഇരിക്കണം അതുപോലെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സ് ചെയ്യാം. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വിൻഡോസ് പോയിട്ട് വർക്ക് സ്പേസ് സേവ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത് വർക്ക് സ്പേസ് സേവ് ന്യൂ വർക്ക് സ്പേസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അതേപോലെ ആ ഒരു സെറ്റിങ്സ് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സെറ്റിങ്സ് നമുക്ക് അവിടെ കാണാവുന്നതാണ്. പിന്നെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ പറഞ്ഞു പോകാം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വഴിയേ നമ്മൾ മനസ്സിലാവും. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പതുക്കെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ പേര് ബേസിക്കായിട്ടുള്ളൊരു സംഭവം എന്ത് ചെയ്യാമെന്നുള്ള കാര്യം. കോംബ് ഇത് സംഭവം പ്രോജക്റ്റ് എഫക്റ്റ് കൺട്രോൾ അറിയാലോ. പിന്നെ വിൻഡോസ് ഇത് പ്രോജക്റ്റ് എന്താ പറയുക വർക്ക് ഏരിയ പിന്നെ റൈറ്റ് സൈഡ് ഇവിടെയാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ചെയ്ത് കിടക്കുന്ന എഫക്റ്റൊക്കെ ഇവിടെ കിടക്കുന്നത്. ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ പാരഗ്രാഫുണ്ട്, ട്രാക്കുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ ഇതിന് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാൻഡേർഡ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർക്ക് ഏരിയ സ്പേസ് ലുക്ക് മാറി. നോർമലി എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ ഈ വർക്ക് ഏരിയ നമുക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ എഫക്റ്റ് കൺട്രോൾ. ഇവിടെ എഫക്റ്റ് നമ്മൾ സാധാരണയായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുള്ള പതിവ്. ഫില്ലെന്ന് വെച്ചാൽ ഒരു എഫക്റ്റാണ്. ആ ഫില്ല് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് എന്നിട്ട് അതിനെ വലിച്ച് ഇതിനകത്ത് ഇടുകയാണ്, ഡ്രാഗ് ചെയ്തിനകത്ത് ഇടുക. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അത് നമ്മൾ വഴിയെ മനസ്സിലാവും. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇത് ചെയ്യാം. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇത് കോമ്പ്. ഈ കോമ്പിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ പേരങ്ങ് മാറ്റാം. പേര് മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗസ് കൊണ്ട് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ പേരെന്താ ചെയ്യുക, MD എന്നിടുക. MD എൻ്റെ കമ്പനി ഈ മോഷൻ ഗ്രാഫിക്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ്. ഓക്കെ, ഗ്രീൻ. ഇങ്ങനെ ഞാൻ എപ്പോഴും എന്തുണ്ടോ ഇതിൻ്റെ ഒരു മെയിൻ കോമ്പിനെ ഞാൻ ഗ്രീൻ ആക്കിയിടും. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇവിടെ സംഭവങ്ങൾ വേണം, ഏത് കളർ വേണോ യൂസ് ചെയ്യാം, ഗ്രീൻ. അപ്പോൾ ഈ ലെയർ ഇവിടെ കുറേ ലെയർ വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം പ്രത്യേകിച്ച് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന 8 ബിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഒട്ടുമിക്ക എല്ലാവരും 8 ബിറ്റിൽ വർക്ക് ചെയ്തിട്ട് 16 ബിറ്റിൽ റെൻഡർ ചെയ്ത് കൊടുക്കാനാണ് പതിവ്. 32 ബിറ്റ് മിക്ക ആൾക്കാർ യൂസ് ചെയ്യാറില്ല. അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ 32 ബിറ്റിൽ ഇട്ട് തന്നെ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലൈറ്റ് ഭയങ്കര ബ്രൈറ്റായിട്ട് കാണും. അതുകൊണ്ട് നമ്മൾ സാധാരണയായി ചെയ്യാറുള്ളത്
നമ്മൾ ഇപ്പോൾ 32 ബിറ്റിൽ ചെയ്തിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫയൽ ഹെവി ആവും. അപ്പോൾ ഹെവി ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചിലവ് 8 മാറുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഫുള്ള് ലൈറ്റിങ്ങിൻ്റെ കളറെല്ലാം ചേഞ്ച് ഫേഡായിപ്പോവും. അത് അത് ഇതിൻ്റെ പ്രശ്നമാണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8 ബിറ്റിൽ വർക്ക് ചെയ്തിട്ട് 16 ബിറ്റിൽ റെൻഡർ ചെയ്യും. ഒട്ടുമിക്ക ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാളിറ്റികളും നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഓക്കെ, സോ 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. 32 ബിറ്റിൽ ചെയ്യണമെങ്കിൽ 32 ബിറ്റിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത് 8 ബിറ്റ് ഉണ്ട്, പിന്നെ MD. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇത് വിൻഡോസിൽ നമുക്ക് എന്താ സെൻറ്റർ മൗസ് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അകത്തോട്ടും മുകളിലോട്ടും ആക്കാൻ പറ്റും. അത് പറ്റിയില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അതുകൊണ്ട് ഇവിടെ 100% വേണമെങ്കിൽ 100% ഫിറ്റ് ഓൺ ദ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എത്രയാണോ ആ സൈസിലാണ് നമ്മൾ എത്രയാണോ നമ്മൾ കോമ്പ് സെറ്റിങ്സ്, ഇത് കോമ്പ് എന്ന് പറയും, ഈ കോമ്പ് സെറ്റിങ്സ് എത്രയാണ് എടുത്തെങ്കിൽ അതിൻ്റെ സൈസിൽ ഫുള്ളായിട്ട് 100% സ്ക്രീൻ ചെയ്ത് കാണിക്കും. നമ്മൾ ഫോട്ടോഷോപ്പിൽ 100 വെച്ച് കാണിക്കുന്ന പോലെ. ഇതിപ്പോൾ ഫിറ്റ് അപ് ടു 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്നതിൻ്റെ അനുസരിച്ചുള്ള 100 ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളോട് കിടക്കാം. പിന്നെ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഒരു സംഭവം കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ഓക്കെ, നമുക്ക് ബേസിക്കായിട്ട് ഒരു ടെക്സ്റ്റ് എങ്ങനെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ ദാണ്ട് ഈ മോളിൽ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. ഇതാണ് ടൂളിൻ്റെ ഡീറ്റെയിൽ. നമുക്ക് പിന്നെ ദാണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ടി അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം വരും. നിങ്ങൾക്ക് കാണാവുന്ന പാരഗ്രാഫ്, മറ്റേ ഓൾമോസ്റ്റ് ടെക്സ്റ്റിൻ്റെ ഫോട്ടോഷോപ്പിൽ കാണുന്നുള്ള എല്ലാ കാര്യങ്ങളും, ഫോട്ടോഷോപ്പിലെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. Exclusive collection from best brand Brahma, women's exclusive wear, Payat, Thiruvananthapuram.